ഈ ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഗവൺമെന്റ് ലീഡർ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാം, ആരാണ് ഗവൺമെന്റ് ലീഡർ, ആരാണ് അദ്ദേഹത്തിനെ നിയമിക്കുന്നത്, എന്താണ് ഇദ്ദേഹത്തിന്റെ പവേഴ്സ്, അല്ലെങ്കിൽ കോടതി ഇയാൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്. അപ്പൊ ഇതിനൊക്കെ ഒറ്റ ഉത്തരവുള്ളൂ, സർക്കാരിന് വേണ്ടി, സർക്കാരിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി, സർക്കാരിന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു അഭിഭാഷകൻ, അതാണ് ഒരു GP. അപ്പോൾ ഇത് GP എന്ന് പറഞ്ഞ എല്ലാവരും ഗവൺമെന്റ് ലീഡേഴ്സ് ആണോ? സർക്കാരിൽ അല്ലെങ്കിൽ ഒരു സർക്കാരുമായി അനുകൂലിക്കുന്ന എല്ലാ വക്കീലന്മാരും ഗവൺമെന്റ് ലീഡേഴ്സ് ആണോ? അല്ല. തിരഞ്ഞെടുക്കപ്പെട്ട AGയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട, സർക്കാരിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് AGയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പോകുന്ന ഒരു ശൃംഖലയാണത്. ഇതിൽ 3 തരമുണ്ട്: APP, PP, GP. ഇതിൽ APP എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് വിഭാഗമാണ്. അവര് LLB എന്ന് പറയുന്ന ഒരു നിയമ പഠനത്തിന് ശേഷം PSC പോലുള്ള ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതി അതിന് പ്രിപ്പയർ ചെയ്ത്, ഇതൊരു ലൈഫ് ടൈം ജോലിയാണ്. അവരുടെ ലൈഫ് ടൈം ഫുൾ അവരൊരു ജുഡീഷ്യൽ ഓഫീസറാണ്, കോടതിയിലൊരു ഓഫീസറാണ്. അവർക്ക് PP-മാരെ പോലെയോ GP-മാരെ പോലെയോ സർക്കാർ മാറിക്കഴിയുമ്പോൾ ഇറങ്ങണമെന്നോ, അല്ലെങ്കിൽ സർക്കാർ മാറിക്കഴിയുമ്പോൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു അലവൻസോ കാര്യങ്ങളോ ശമ്പളമോ ഇത് തടഞ്ഞു വെക്കലോ ഒന്നും തന്നെയില്ല. കാരണം അവരൊരു ഓഫീസറാണ്. എക്സാം എഴുതുന്നു, പഠിക്കുന്നു, കയറുന്നു, അവരുടെ പണി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. PP എന്ന് പറയുന്നത് സെഷൻസ് കോടതികളിലേക്കും ക്രിമിനൽ കോടതികളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സുപരിചിതമായ ഒരു പേരാണ് PP, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയും. കൂടുതലും ക്രിമിനൽ കേസുകളിൽ സർക്കാരിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അഭിഭാഷകരാണ് GP-മാർ. GP-മാർ എന്ന് പറയുന്നതും ഒരു സെർട്ടൻ പീരീഡിലേക്കുള്ള ഒരു പ്രൊഫഷനാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ സർക്കാർ മാറുമ്പോൾ അവരും ഓഫ്കോഴ്സ് മാറും. GP എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഹൈക്കോടതി പോലെയുള്ള അപ്പീൽ കോടതികളിൽ നിൽക്കുന്ന, സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകരാണ് GP-മാർ. ഒരു സർക്കാർ എത്രത്തോളം കാലം ഭരിക്കുന്നുവോ അത്രത്തോളം കാലം ഈ GP-മാർ ആ സർക്കാരിന് വേണ്ടി, സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത് ആ കോടതികളിലുണ്ടാവും. ഹൈക്കോടതിയിൽ മിക്കവാറും സിവിൽ മാറ്റേഴ്സിനും പ്രോപ്പർട്ടി മാറ്റേഴ്സിനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ആണ് GP-മാര്. അതുപോലെ AGയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു 5 വർഷത്തേക്കാണ് ഒരു ഗവൺമെന്റ് ഇരിക്കുന്നതെങ്കിൽ, ആ 5 വർഷത്തേക്ക് ഇവർ 5 വർഷത്തിൽ ഗവൺമെന്റിനെതിരെ വരുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കാവുന്ന നമ്മളിപ്പോൾ ഒരു പബ്ലിക് സർവന്റ്, ഏതൊരു പബ്ലിക് സർവന്റ് ആയാലും, അതിപ്പോ കോർപ്പറേഷനിൽ തുടങ്ങി അങ്ങ് തലപ്പത്തിരിക്കുന്നവന്മാർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവർക്ക് വരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അവർക്കെതിരെ കൊടുക്കാം. അവരവരുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ, അവരവരുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവർക്കെതിരെ കൊടുക്കാം, കേസ് കൊടുക്കാം. ഇതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ വേണം. എന്തുകൊണ്ട് അവർ ഈ ഡോക്യുമെന്റ് തന്നില്ല, എന്തുകൊണ്ട് അവർ ഇതിന് ഉത്തരം പറഞ്ഞില്ല. ഇപ്പോൾ കൂടുതലായും RT ക്വസ്റ്റ്യൻസ് ഒക്കെ, ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ, എനിക്കിത് അറിയണം, എന്തുകൊണ്ട് നിങ്ങൾ തന്നില്ല, ഒരു ചോദ്യം ചോദിച്ചു, അയാൾ പിന്നെ റിപ്ലൈ ആയിട്ട് പറയുന്നത് നിർവാഹമില്ല. അപ്പൊ കോടതിയിൽ വരാം, എന്തുകൊണ്ട് നിർവാഹമില്ല എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കോടതി എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവിൽ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ സംശയം അവിടെ തീരും. പ്രതി എന്ന സംശയം ആരാണോ, വാദി എന്ന സംശയം ആരാണോ, ഒക്കെ തീരുന്ന ഒരു സ്ഥലമാണ് കോടതി. അപ്പൊ GP എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ, ഒരു സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആ സർക്കാരിന് വേണ്ടി കേസുകൾ എടുത്ത് നടത്തി തെളിയിച്ച് പോകുന്ന ഒരു വിഭാഗം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.